അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട വിശ്വാസികളെ, പ്രേക്ഷകരെ, എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ വിഷയം എന്താണെന്ന് പറയാം. ദുശീലങ്ങളിൽ നിന്നും മോചനം നേടാനുള്ള ദുആയെ പറ്റിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. സമൂഹത്തിൽ ഇന്ന് ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ്. ദിവസേന ലഹരി ഉപയോഗം മൂലമുള്ള അക്രമങ്ങൾ നാം കാണുന്നുണ്ട്. മയക്കുമരുന്നുകളുടെ ഉപയോഗം മൂലം യുവതലമുറയുടെ ഒരു വലിയ വിഭാഗം തന്നെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ബുദ്ധിയും വിവേകവും നഷ്ടപ്പെട്ട് സ്വയം നശിച്ചും ചുറ്റുപാട് നശിപ്പിച്ചും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ദിവസേന വാർത്തകളിൽ എത്ര കേസുകളാണ് മയക്കുമരുന്നുകളുടെ പേരിൽ നാം കാണാനിടയാകുന്നത്. ഇന്നത്തെ യുവതലമുറയെ വഴിതെറ്റിക്കുന്ന വളരെ അപകടകരമായ ഒരു ദുശീലമാണ് മയക്കുമരുന്നിൻ്റെ ഉപയോഗം. 1-2 പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ അതിനടിമപ്പെടുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. സ്കൂളുകളെയും കോളേജുകളെയും ലക്ഷ്യം വെച്ച് ഒരു ലഹരി മാഫിയ തന്നെ ഇന്ന് പ്രവർത്തിക്കുന്നു. മിഠായിയുടെയും കേക്കിൻ്റെയും എന്നുവേണ്ട ഏത് രൂപത്തിലും ഇത് ലഭിക്കുന്നു. ആദ്യം സൗജന്യമായി കൊടുത്ത് പിന്നീട് പൂർണ്ണമായും ഇതിനടിമപ്പെടുത്തുന്ന പ്രവണതയും ഇന്ന് കണ്ടുവരുന്നു. കേവലം പണമുണ്ടാക്കാൻ വേണ്ടി കൊച്ചുകുട്ടികളെ പോലും ഇത്തരക്കാർ അവരുടെ വലയിൽ അകപ്പെടുത്തുന്നു. ലഹരിക്കും മദ്യത്തിനും അടിമപ്പെട്ട് മക്കളെ കൊണ്ട്, ഭർത്താക്കന്മാരെ കൊണ്ട്, ഉപ്പമാരെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് കുടുംബങ്ങൾ നമുക്കിടയിൽ ഇന്നുണ്ട്. പണ്ട് മദ്യപിച്ചിട്ടൊക്കെ വരുമ്പോൾ തിരിച്ചറിയാൻ നമുക്ക് കഴിയും. എന്നാൽ ഇന്ന് ഉപയോഗിക്കുന്ന MDMA പോലുള്ള ലഹരി പദാർത്ഥങ്ങൾക്ക് മണമില്ലാത്തതുകൊണ്ട് അത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ലഹരി മരുന്നുകളുടെ ഉപയോഗം ഒരു സമൂഹത്തെ തന്നെ കാർന്നു തിന്നുന്ന ഒരു ക്യാൻസറായി വളർന്നു പന്തലിച്ചിരിക്കുന്നു. ലഹരിയുടെ ഉപയോഗം വ്യക്തിയുടെ ആരോഗ്യത്തെ മാത്രമല്ല, അവരുടെ കുടുംബങ്ങളെയും സമൂഹത്തെയും മുഴുവൻ തകർക്കുന്നു. ലഹരി നമ്മുടെ ജീവിതത്തെയും അതിലെ സർവ്വസന്തോഷങ്ങളെയും കെടുത്തിക്കളയുന്ന മഹാവിപത്താണ്. ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് തന്നെ സ്വർഗത്തിലേക്കുള്ള എളുപ്പ വഴികൾ തേടുകയാണ് നമ്മുടെ യുവതലമുറ. ആദ്യം ഒരു തമാശയ്ക്കായിരിക്കാം, പിന്നെ പതുക്കെ അത് ഒഴിച്ചുകൂടാവാനാത്ത ഒരു ബാധയായി മാറുന്നു. ലഹരിയുടെ ഉപയോഗത്തിൽ എത്ര പേരുടെ കണ്ണുനീരാണ് ഓരോ ദിവസവും വീഴുന്നത്. എത്ര കുടുംബങ്ങളാണ് നശിക്കുന്നത്. അമ്മയെയും പെങ്ങളെയും സ്വന്തം മകളെപ്പോലും തിരിച്ചറിയാൻ കഴിയാത്തൊരു സമൂഹമാണ് ഇന്ന് നമ്മുടെ ചുറ്റിനും. ലഹരിയിൽ ഒരുപാട് ജീവിതങ്ങൾ തകർന്നു പോകുന്നു. അതിൽ നിന്നും നമ്മുടെ മക്കളെ, നമ്മുടെ ഭർത്താവിനെ, നമ്മുടെ ഉപ്പമാരെ, ആരുമായിക്കൊള്ളട്ടെ, ലഹരിയിൽ അടിമപ്പെട്ടു പോവാതിരിക്കാൻ ഞാൻ പറയുന്ന ദുആ നിങ്ങൾ ദിവസേന നിങ്ങൾക്ക് എത്ര തവണ കഴിയുന്നോ അത്രയും തവണ നിങ്ങൾ ഓതുക. ലഹരിക്ക് അടിമപ്പെട്ടു പോയവരാണെങ്കിലും ഈ ദുആ നിങ്ങൾ ദിവസേന നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന അത്രയും നിങ്ങൾ ചൊല്ലൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഹരിയിൽ നിന്നും ഒരു മോചനം സാധ്യമായിരിക്കും. ഇനി ആരും വിഷമിക്കേണ്ടതില്ല. ഈ ദുആയിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായും ഉത്തരം ലഭിക്കുന്നതാണ്. ഒരുപാട് ഉമ്മമാർ ഇനി ജീവിതം മടുത്തു, വയ്യ, അത്രയും അനുഭവിച്ചു കഴിഞ്ഞു. ഭർത്താവിൽ നിന്നോ മക്കളിൽ നിന്നോ ഉപ്പമാരിൽ നിന്നോ അവരുടെ ലഹരി മൂലം കരഞ്ഞുപോയ, ഇനി ജീവിതം മടുത്തുപോയ ഒത്തിരി ഉമ്മമാർ പറയുന്നു, മനസ്സറിഞ്ഞ് ഈ ദുആ ചൊല്ലിയതിന് ശേഷം ലഹരിയിൽ നിന്നുള്ളൊരു മോചനം അസാധ്യമായി കരുതിയ ഒത്തിരി പേർ പറയുന്നു ഈ ദുആ പതിവാക്കിയ ശേഷം അവർക്ക് ലഹരിയിൽ നിന്നും മോചനം നേടാൻ കഴിഞ്ഞു എന്നും, ലഹരി കാണുമ്പോൾ അതിനോട് മടുപ്പ് തോന്നാനും തുടങ്ങിയെന്ന്. അതുപോലെ ലഹരി മൂലം കണ്ണീരിലാഴ്ന്നുപോയ കുടുംബങ്ങളിലെ ഉമ്മമാർ പറയുന്നു, ജീവിതം മടുത്തുപോയിരുന്നു, എത്രയോ തവണ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിരുന്നു എന്ന് പറഞ്ഞ ഉമ്മമാരും പറയുന്നു. അവരുടെ കുടുംബങ്ങളിൽ നിന്നും ലഹരി മാറ്റി നിർത്തിയിരിക്കുന്നു, അവരുടെ കുടുംബങ്ങളിൽ സന്തോഷം നിറഞ്ഞു എന്നും ഒത്തിരി ഉമ്മമാർ പറയുന്നു. അത്രയ്ക്കും ശക്തമായ ഒരു ദുആയാണിത്. നിങ്ങൾ മനസ്സറിഞ്ഞ് അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഈ ദുആ പതിവാക്കിയാൽ തീർച്ചയായും നിങ്ങൾക്ക് ലഹരിയിൽ നിന്നും മോചനം സാധ്യമാണ്. നിങ്ങളുടെ കുടുംബങ്ങളിൽ സന്തോഷം നിറയുന്നതാണ്. നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും നമുക്ക് ഈ ദുആ ചൊല്ലാവുന്നതാണ്. എത്ര തവണ നിങ്ങൾ ചൊല്ലുന്നു അത്രയും നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്നതാണ്. ഞാൻ ദുആ ഏതാണെന്ന് പറയാം. അല്ലാഹുമ്മ ഇന്നി അഊസു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅ്മാലി വൽ അഹ്വാഇ വൽ അദ്വാഇ. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ ഇന്നി അഊസു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅ്മാലി വൽ അഹ്വാഇ വൽ അദ്വാഇ. ഈ ദുആ നിങ്ങൾക്ക് എത്രത്തോളം ചൊല്ലാൻ കഴിയുന്നോ അത്രത്തോളം നിങ്ങൾ ചൊല്ലുക. തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷമങ്ങൾക്കുള്ള ഉത്തരം അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും.
ഇൻഷാ അല്ലാഹ് ഞാൻ ഈ ദുവ 33 തവണ ചൊല്ലുന്നുണ്ട്. എന്നോടൊപ്പം ഈ ദുവ ഏറ്റു ചൊല്ലുക. എന്നതിന് ശേഷം നിങ്ങൾ ദിവസേന എത്രമാത്രം നിങ്ങൾക്ക് ഈ ദുവ ചൊല്ലാൻ കഴിയുന്നോ അത്രത്തോളം നിങ്ങൾ ചൊല്ലുക. അപ്പോൾ ലഹരി മൂലം വിഷമിക്കുന്നവരും ലഹരിയെ ഭയപ്പെടുന്നവരും എൻ്റെ കൂടെ ചൊല്ലിക്കോളൂ. 33 തവണ നമുക്ക് ചൊല്ലി അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്തോളൂ. 33 തവണ നമുക്ക് ചൊല്ലാം. എന്നതിന് ശേഷം അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക. അല്ലാഹുമ്മ ഇന്നി അഊസു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാഇ വൽ അദ്വാഇ. അല്ലാഹുമ്മ ഇന്നി അഊസു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാഇ വൽ അദ്വാഇ. അല്ലാഹുമ്മ ഇന്നി അഊസു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാഇ വൽ അദ്വാഇ. അല്ലാഹുമ്മ ഇന്നി അഊസു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാഇ വൽ അദ്വാഇ. അല്ലാഹുമ്മ ഇന്നി അഊസു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാഇ വൽ അദ്വാഇ. അല്ലാഹുമ്മ ഇന്നി അഊസു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാഇ വൽ അദ്വാഇ. അല്ലാഹുമ്മ ഇന്നി അഊസു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാഇ വൽ അദ്വാഇ. അല്ലാഹുമ്മ ഇന്നി അഊസു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാഇ വൽ അദ്വാഇ. അല്ലാഹുമ്മ ഇന്നി അഊസു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാഇ വൽ അദ്വാഇ. അല്ലാഹുമ്മ ഇന്നി അഊസു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാഇ വൽ അദ്വാഇ. അല്ലാഹുമ്മ ഇന്നി അഊസു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാഇ വൽ അദ്വാഇ. അല്ലാഹുമ്മ ഇന്നി അഊസു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാഇ വൽ അദ്വാഇ. അല്ലാഹുമ്മ ഇന്നി അഊസു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാഇ വൽ അദ്വാഇ. അല്ലാഹുമ്മ ഇന്നി അഊസു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാഇ വൽ അദ്വാഇ. അല്ലാഹുമ്മ ഇന്നി അഊസു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാഇ വൽ അദ്വാഇ. അല്ലാഹുമ്മ ഇന്നി അഊസു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാഇ വൽ അദ്വാഇ. അല്ലാഹുമ്മ ഇന്നി അഊസു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാഇ വൽ അദ്വാഇ. അല്ലാഹുമ്മ ഇന്നി അഊസു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാഇ വൽ അദ്വാഇ. അല്ലാഹുമ്മ ഇന്നി അഊസു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാഇ വൽ അദ്വാഇ. അല്ലാഹുമ്മ ഇന്നി അഊസു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാഇ വൽ അദ്വാഇ. അല്ലാഹുമ്മ ഇന്നി അഊസു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാഇ വൽ അദ്വാഇ. അല്ലാഹുമ്മ ഇന്നി അഊസു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാഇ വൽ അദ്വാഇ. അല്ലാഹുമ്മ ഇന്നി അഊസു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാഇ വൽ അദ്വാഇ. അല്ലാഹുമ്മ ഇന്നി അഊസു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാഇ വൽ അദ്വാഇ. അല്ലാഹുമ്മ ഇന്നി അഊസു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാഇ വൽ അദ്വാഇ. അല്ലാഹുമ്മ ഇന്നി അഊസു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാഇ വൽ അദ്വാഇ. അല്ലാഹുമ്മ ഇന്നി അഊസു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാഇ വൽ അദ്വാഇ. അല്ലാഹുമ്മ ഇന്നി അഊസു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാഇ വൽ അദ്വാഇ. അല്ലാഹുമ്മ ഇന്നി അഊസു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാഇ വൽ അദ്വാഇ.
അല്ലാഹുമ്മ ഇന്നി അഊസു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅ്മാലി വൽ അഹ്വാഇ വൽ അദ്വാഇ. അല്ലാഹുമ്മ ഇന്നി അഊസു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅ്മാലി വൽ അഹ്വാഇ വൽ അദ്വാഇ. അല്ലാഹുമ്മ ഇന്നി അഊസു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅ്മാലി വൽ അഹ്വാഇ വൽ അദ്വാഇ. അല്ലാഹുമ്മ ഇന്നി അഊസു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅ്മാലി വൽ അഹ്വാഇ വൽ അദ്വാഇ. നിങ്ങളുടെ ദുആയ്ക്കുള്ള ഉത്തരം അല്ലാഹു എത്രയും പെട്ടെന്ന് തന്നെ തരട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും സന്തോഷവും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. നാളെ നമുക്ക് മറ്റൊരു പ്രാർത്ഥനയുമായി കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.